നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു റോൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചാണ് BJP വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത്. വാസ്തവത്തിൽ മനോഹർ പാരിക്കർ മികച്ചൊരു നേതാവ് തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം BJPക്ക് ഗോവയിൽ വലിയ മുന്നേറ്റമൊന്നും നടത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രമോദ് സാവന്ത് അദ്ദേഹം മുഖ്യമന്ത്രി എന്ന രീതിയിൽ പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ദിഗംബർ കാമത്ത് ഇടയ്ക്ക് കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്ന പല നീക്കങ്ങളും നടത്തിയെങ്കിലും ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിന് വശംവദനായി നിൽക്കുക തന്നെയാണ്. എന്നാൽ കൂടുതൽ ആലോചനയിലേക്ക് പോകാതെ കേവല ഭൂരിപക്ഷം മാത്രമല്ല 4/3 ഭൂരിപക്ഷത്തോടെ 30-ൽ കൂടുതൽ സീറ്റുകളുമായി സമ്പൂർണ്ണ വിജയം നേടിയെടുക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം. നമുക്കറിയാം BJP നേതൃത്വത്തിന് ഗോവയിൽ വലിയ തിരിച്ചടി ലഭിക്കും എന്ന് സർവേകൾ പലതും പറയുന്നുണ്ടെങ്കിലും BJP പലപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും അതുപോലെ SIR പോലുള്ള നടപടികളുടെയും വലിയ പിൻബലത്തോടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ജനാധിപത്യ രീതികളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇതൊന്നുമല്ല, ഞങ്ങളാണ് എപ്പോഴും ഭരിക്കേണ്ടത്, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് എന്ന തെറ്റായ പ്രതീതി തോന്നിപ്പിച്ചെടുക്കാൻ കഴിയുമാറുന്ന ഏറ്റവും നൂതന സംവിധാനം, ഹാക്കിംഗ് ഉൾപ്പെടെ EVM-ലെ തട്ടിപ്പുകളിലൂടെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലുള്ള അധികാര പിടിച്ചെടുക്കൽ നടക്കുന്നുണ്ട് എന്നുള്ളത് കോൺഗ്രസ് ആരോപിക്കുന്നത് മാത്രമല്ല തെളിവ് സഹിതം കൊണ്ടുവരുന്ന കാര്യമാണ്. ഗോവയിൽ നോക്കൂ, നമുക്കറിയാമോ ഗോവയിൽ ആംഗ്ലോ ഇന്ത്യൻസ് കൂടുതലാണ്, ക്രൈസ്തവ മേഖലയുണ്ട്. കൂടുതൽ ഗോവയിൽ കണ്ടുവരുന്നത് പരമ്പരാഗത ഹിന്ദു വോട്ട് അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന രീതിയല്ല. അവിടെയുള്ള ഒരു തീരദേശ സംസ്കാരം, ഗോവയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക ഒരു രീതികളാണ്. പലപ്പോഴും നമുക്കറിയാം അത് കോളനിവൽക്കരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗോവയുടെ വലിയ സ്വാധീനം ആ പ്രദേശത്ത് എമ്പാടുമുണ്ട്. അവിടേക്ക് എങ്ങനെയാണ് BJPയുടെ ഈ കടന്നുകയറ്റം? BJP എങ്ങനെയാണ് അധികാരം നിലനിർത്തുന്നത്? BJPയുടെ അധികാര തുടർച്ച ഗോവയിൽ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത് എങ്ങനെ? വാസ്തവത്തിൽ BJP അവിടെ വലിയൊരു ശക്തിയേ അല്ല. ആം ആദ്മി പാർട്ടിയുടെ പല നേതാക്കൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രതിമ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, MLA, അവർ കോൺഗ്രസിലേക്ക് ചേരുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പല നേതാക്കൾ, MLA-മാരടക്കം കോൺഗ്രസ് നേതൃത്വവുമായി സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ തെറ്റായ തീരുമാനങ്ങളെ ഗോവയിലെ പ്രാദേശിക നേതാക്കൾ എതിർക്കുകയാണ്, നഖശിഖാതെ എതിർക്കുകയാണ്. അവർ പറയുന്ന വർഗീയ കൂട്ടുകക്ഷിയുമായി ഒരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും തങ്ങൾ തയ്യാറല്ല എന്ന തിരിച്ചറിവിലേക്ക് അവർ എത്തിയിരിക്കുന്നു.